ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില ടിപ്സ് ആൻഡ് ട്രിക്സുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ടിപ്പ് നമ്പർ 1, സിലബസ് അറിഞ്ഞു പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഏതൊരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോഴും ആ സബ്ജക്റ്റിനെ കുറിച്ച് ഏതെല്ലാം ഭാഗങ്ങൾ കവർ ചെയ്യാനുണ്ട് എന്ന് നാം അറിഞ്ഞിരിക്കണം. ടിപ്പ് നമ്പർ 2, പ്ലാനിംഗ്. അതെ, മുൻ പറഞ്ഞ സിലബസിനെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്ലാനിംഗ് തയ്യാറാക്കേണ്ടത്. ഏതൊരു കാര്യത്തിനും പ്ലാനിംഗ് വളരെ അത്യാവശ്യമാണ്. എന്നാൽ പലപ്പോഴും ഈ പ്ലാനിംഗ് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെന്നില്ല. എങ്കിലും ഏതെല്ലാം ഭാഗങ്ങൾ കവർ ചെയ്തു, ഏതെല്ലാം ഭാഗത്തെ വീക്ക് പറ്റി എന്നൊക്കെ തിരിച്ചറിയാൻ ഈ ചിട്ടയായ പഠനരീതി നമ്മെ സഹായിക്കുന്നു. നമ്പർ 3, ഷോർട്ട് നോട്ട്സ്. നാം പഠിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാവുന്ന രീതിയിൽ ചെറിയ ചെറിയ നോട്ട്സുകളായി എഴുതി വെക്കുന്നത് എക്സാം സമയത്ത് വളരെയധികം പ്രയോജനപ്പെടും. വ്യത്യസ്തമായ നിരവധി പുസ്തകങ്ങൾ റെഫർ ചെയ്തുകൊണ്ടാണ് നാം ധാരാളം കാര്യങ്ങൾ പഠിച്ചു വെക്കുന്നത്. എന്നാൽ എക്സാമിൻ്റെ 2 ദിവസം മുന്നോ തലേ ദിവസമോ ഒന്നും ഇത്രയും കാര്യങ്ങൾ നമുക്ക് വായിക്കാനോ പഠിച്ചു തീർക്കാനോ സാധ്യമല്ല. അത്തരം സന്ദർഭങ്ങളിലാണ് ഇത്തരം ഷോർട്ട് നോട്ട്സുകൾ നമുക്ക് പ്രയോജനപ്പെടുന്നത്. നമ്പർ 4, PYQ അനലൈസ്. മുൻവർഷ ചോദ്യങ്ങളുടെ അവലോകനം എക്സാമിന് വളരെയധികം മുതൽക്കൂട്ടായിരിക്കും. മുൻ വർഷങ്ങളിൽ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നും എത്ര മാർക്കിന് ചോദിച്ചു, ഏതെല്ലാം ഭാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നൊക്കെ അറിയാൻ ഇത്തരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മെ സഹായിക്കുന്നു. അതാത് എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്ന വെബ്സൈറ്റുകളിൽ നിന്നും ഇത്തരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് ലഭ്യമാണ്. അവ പരമാവധി പ്രയോജനപ്പെടുത്തി എക്സ്പ്ലനേഷൻ ഉൾപ്പെടെയുള്ളത് പഠിക്കുവാൻ ശ്രമിക്കുക. 5, സ്റ്റഡി ടൈം. ഓരോരുത്തരും വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പഠന സമയവും വ്യത്യസ്തമായിരിക്കും. നമുക്ക് അനുയോജ്യമായ ഒരു പഠന സമയം ക്രമീകരിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാന ഘടകം. ഏറ്റവും അനുയോജ്യമായ സമയം കണ്ടെത്തി ആ സമയത്ത് എഫക്റ്റീവായി പഠിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ നമ്മുടെ സമയത്ത് കൂടുതൽ പഠിച്ച് മികവ് നേടുക. 6, റിപ്പീറ്റേഷൻ. ആവർത്തനം പരീക്ഷയിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഏതൊരു കാര്യവും നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ അനുയോജ്യമായ രീതിയാണ് ആവർത്തനം. ഒരുപാട് പഠിക്കുക എന്നതിലുപരി പഠിച്ച കാര്യങ്ങൾ ആവർത്തിക്കുന്നതിലൂടെ അവ നമ്മുടെ മനസ്സിൽ ഉറച്ചു നിൽക്കാൻ കാരണമാകുന്നു. അല്ലാത്ത പക്ഷം പരീക്ഷാ ഹാളിൽ ചോദ്യപേപ്പർ കിട്ടുമ്പോൾ ചോദ്യങ്ങൾ വളരെ പരിചിതമാണെങ്കിലും അവയുടെ ഉത്തരങ്ങൾ നമ്മെ ആശയക്കുഴപ്പത്തിലാക്കാൻ ഇടയുണ്ട്. എന്നാൽ ആവർത്തിച്ച് പഠിക്കുന്നതിലൂടെ ഇത്തരം ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാം. ഇതുവരെ പറഞ്ഞ മുഴുവൻ ടിപ്സുകളുടെ കൂടെയും ഉടനീളം ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് ആത്മവിശ്വാസം. ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മിൽ ഉടനീളം ഉണ്ടായിരിക്കേണ്ടത്. ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർ ഒട്ടും നിരാശപ്പെടാതെ ഇനി എൻ്റെ മുമ്പിൽ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എന്ന നെഗറ്റീവ് ചിന്താഗതി മാറ്റി നിർത്തി ഇനിയും എൻ്റെ മുമ്പിൽ ദിവസങ്ങളുണ്ട്, എനിക്ക് പഠിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തോടു കൂടി എക്സാമിനെ നേരിടുക. തീർച്ചയായും വിജയം നമ്മോടൊപ്പമുണ്ട്. പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക. മറ്റു കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.